ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കിന്ന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കടല 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 7 കോഴിമുട്ട മിക്സിയിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കോഴിമുട്ട ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml അളവിലുള്ള ഒരു കപ്പിനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഒഴിച്ചു കൊടുക്കാം. കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം കോഴിമുട്ടയും പഞ്ചസാര പാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായിക്കോളും. ഇനി ഒരു 8 ഏലക്കായ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കോഴിമുട്ടൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, പച്ചമണം, അത് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം നമുക്കത് കുറച്ച് ഓയിൽ അതിൽ തടവി കൊടുക്കുക, ബ്രഷ് കൊണ്ട് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അടിയിലേക്കാണ്ട് പോകും. ഇനി ഒന്നും കൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി അഥവാ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് വേവാനാണ്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നൊരു വേവിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.